ഇപ്പം പറഞ്ഞു വരുമ്പം ലീഗ് അവരുടെ സീറ്റുകൾ പരമാവധി പിടിക്കാനാണ് സാധ്യതയുള്ളത്. 10-27 സീറ്റിൽ മത്സരിക്കുന്ന അവരുടെ സീറ്റ് പരമാവധി പിടിക്കും. കേരള കോൺഗ്രസ് അവരുടെ സീറ്റ് പിടിക്കും, ജോസഫ് ഗ്രൂപ്പ്. പിന്നെ RSP അവരുടെ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ 30 സീറ്റ് കഴിഞ്ഞല്ലോ. പിന്നെ കോൺഗ്രസിന് സീറ്റ് ഇല്ലേ കേരളത്തിൽ? 140 സീറ്റിൽ 110 സീറ്റും പിണറായി പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു തള്ളാണ്! അങ്ങനെ 110 സീറ്റ് പിടിച്ചാൽ BJPക്ക് പിന്നെ സീറ്റ് വേണ്ടേ? ഉള്ളത് പങ്കുവച്ച് ചിലർക്കൂടെ കൊടുക്കണ്ടേ? അപ്പം BJPക്ക് 4-5 സീറ്റ് കൊടുക്കണം. പിന്നെ 135 അതിൽ നിന്ന് കുറച്ച് സീറ്റ് CPM കൊട്ടും, കുറച്ച് സീറ്റ് അതിൽ പിന്നെ 110 നിങ്ങൾ എടുത്തുകൊണ്ട് 25 സീറ്റേ ഉള്ളൂ. ആ 25 സീറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവരും കൂടെ പറ്റത്തില്ലല്ലോ, കണക്ക് ശരിയാവത്തില്ലല്ലോ. ലീഗിൻ്റെയും അതല്ലേ മലപ്പുറത്തല്ല നിങ്ങൾ ജയിക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അത് തൊടുപുഴയിൽ ജയിക്കും, മലപ്പുറത്ത് ജയിക്കും, കടുത്തുരുത്തിയിൽ ജയിക്കും, മൂവാറ്റുപുഴയിൽ ജയിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ പിറവത്ത് ജയിക്കും, അങ്ങനെ അവിടെ എറണാകുളത്ത് ജയിക്കും. അയ്യോ, കോൺഗ്രസിന്റെ കോട്ടകളിലൊക്കെ നിങ്ങൾ ജയിക്കുമെന്നാണ്. കേരള കോൺഗ്രസിന്റെ, ലീഗിന്റെയും കോൺഗ്രസിന്റെയും കോട്ട കൊത്തളങ്ങളുണ്ട്, പരമ്പരാഗത കോട്ടകളുണ്ട്, അവിടെ എല്ലാം നിങ്ങൾ ജയിക്കുമെന്നാണ്. തൃപ്പൂണിത്തറ എന്തായി പറയുന്നത്? എന്തൊരു തള്ളാണെന്നറിയോ പിണറായി ചേട്ടൻ തള്ളുന്നത്? ഒന്നൊന്നര തള്ളതാണ്. ഈ തള്ളണതിന് കുഴപ്പമില്ല. 100 സീറ്റ് ഓക്കെ, ഞങ്ങൾ 100 സീറ്റ് ഒന്നുകൂടി പറഞ്ഞാലോ 90 സീറ്റ് പറഞ്ഞാലോ ഒക്കെ ഓക്കെ, ഒരു കേൾക്കാനൊരു സുഖമുണ്ട്. ഇതൊരു വല്ലാത്ത തള്ളായിപ്പോയി. കാരണം ഞാനീ പറഞ്ഞൊരു കണക്കെടുക്കണം, നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന നാട്ടുകാരെല്ലാം കേട്ടോണ്ടിരിക്കണം. പൊതുബോധത്തെ കൊഞ്ഞനം കുത്തി കാണിക്കരുത്. എന്താണ് 110 സീറ്റ് നിങ്ങൾ പിടിച്ചാൽ ലീഗിന്റെ സീറ്റ് പിടിക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾ ലീഗിന്റെ സീറ്റുകളെല്ലാം ഒരുപാട് പിടിക്കണം. വല്ല സാധ്യതയുണ്ടോ? ഒരു സാധ്യത. നിലമ്പൂർ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. ബേപ്പൂർ ഇപ്പം സുൽത്താന നിൽക്കാൻ പോണ PV അൻവർ അവിടെ പൊളിക്കും അദ്ദേഹം. അപ്പോൾ വല്ല സാധ്യതയുണ്ടോ? അപ്പോൾ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ വെച്ച് 110 സീറ്റ് അടിക്കുമെന്ന് പറഞ്ഞാൽ, സഖാക്കളെ യോഗത്തിൽ പറഞ്ഞാൽ, പണ്ട് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്ന കാലത്ത് പാർട്ടി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അടിച്ചാൽ എല്ലാവരും ഒന്ന് കൈയടിക്കും. ഓ, സഖാവ് പറഞ്ഞു 110-ന് 110. കാലം പോയി. ഇപ്പം ഈ കാലമൊക്കെ പോയി. 5% മുതൽ 6% വരെ വോട്ട് കൂടുതൽ പഞ്ചായത്ത് രാജിൽ, അതും പഞ്ചായത്തിൽ പിടിച്ചു നിൽക്കുകയാണ് UDF. ആ കാലത്ത് നിങ്ങൾക്കിത് പറയാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പിണറായി വിജയൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും കണക്ക് വേണം. മുസ്ലിം കൺസോൾട്ടേഷൻ മുഴുവൻ അപ്പുറത്തേക്ക് പോയി, ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ മുഴുവൻ പോയി, ജമാഅത്ത് ഇസ്ലാമി പോലുള്ളത് അപ്പുറത്ത്, അൻവർ അപ്പുറത്ത്, CK ജാനു അപ്പുറത്ത്, ജോസഫ് ഗ്രൂപ്പ് പഴയതിനേക്കാൾ ശക്തമായി, ലീഗ് പഴയതിനേക്കാൾ ശക്തമായി, RSP പഴയതിനേക്കാൾ ശക്തമായി. അങ്ങനെ വളരെ വലിയ, ഇത് കോൺഗ്രസും വലിയ ശക്തിയായില്ലേ? അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിണറായി വിജയൻ ചേട്ടൻ അടിച്ചാടി കടുത്തുപോയി. ഒരു വല്ലാത്ത തള്ളാണ് താങ്കൾ തള്ളിയിരിക്കുന്നത്. 110 പോയിട്ട് ഇപ്പോൾ 60 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. പഞ്ചായത്ത് രാജിന് കണക്കെടുക്കുമ്പോൾ 80 സീറ്റ് UDF-നാണ്. നിങ്ങളത് 69 സീറ്റ് എന്നൊരു കണക്കൊപ്പിച്ച് പറയുന്നുണ്ട്. എന്നാലും 72 സീറ്റ് അപ്പുറത്തേക്ക് പോയിട്ട്, 71 സീറ്റ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, വലിയ അപ്പർ ഹാൻഡാണ് UDF-നുള്ളത്. BJP ഒരു 3-4 സീറ്റ് പിടിച്ചാൽ അത്ഭുതമില്ല. ബാക്കി കോൺഗ്രസിന് വലിയ അപ്പർ ഹാൻഡാണുള്ളത്. CPM-ന്റെ വാട്ടർലൂ ആവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത്.